വാഷിംഗ് പൗഡർ നിർമ്മ 80കളിലും 90കളിലും ജനിച്ചവർ അത്ര വേഗം മറന്നു കാണാൻ സാധ്യതയില്ലാത്ത പരസ്യവാചകം. നിർമ്മ എന്ന വാഷിംഗ് പൗഡർ ബ്രാൻഡിനെ ഓരോ സാധാരണക്കാരന്റെയും ഉള്ളിൽ പ്രതിഷ്ഠിച്ച അത്രമാത്രം ഓളമുണ്ടാക്കിയ പരസ്യഗാനമായിരുന്നു അത്. 17,000 കോടി രൂപയുടെ വമ്പൻ വ്യവസായ സാമ്രാജ്യമായി നിർമ്മ വളർന്നതിന് പിന്നിൽ ഈ പരസ്യവാചകത്തിനും ഗാനത്തിനും വലിയ പങ്കുണ്ടായിരുന്നു. 80-90 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ഡിറ്റർജന്റ് വിപണിയുടെ മുഖമായിരുന്നു നിർമ്മ എന്ന ബ്രാൻഡ്. എന്നാൽ ഒരു കാലത്ത് രാജ്യത്താകമാനം കോളിളക്കം സൃഷ്ടിച്ച ഈ വാഷിംഗ് പൗഡർ ബ്രാൻഡ് ഇന്ന് എവിടെയാണ്? കോടികളുടെ ആസ്തിയുണ്ടായിരുന്ന നിർമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് സംസാരിക്കുന്നത്. സ്വാഗതം. '80s, 90s കിഡ്സിന്റെ ഗൃഹാതുര ഓർമ്മകളിൽ മറ്റൊരു ബ്രാൻഡിനും ഒരുപക്ഷെ ഇത്രമാത്രം ഇടമുണ്ടായിരിക്കില്ല. അത്രമാത്രം സ്വാധീനമായിരുന്നു നിർമ്മ എന്നൊരു സോപ്പ് പൊടി ബ്രാൻഡ് ഇന്ത്യയിലാകെ തന്നെ ഉണ്ടാക്കിയത്. നിർമ്മ ഉപയോഗിക്കാത്ത വീടുകൾ അക്കാലത്ത് ചുരുക്കമായിരുന്നു. വാഷിംഗ് പൗഡർ നിർമ്മ എന്ന ജിങ്കിളും അതിന്റെ വിലയുമായിരുന്നു നിർമ്മയെ സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഡിറ്റർജന്റ് ബ്രാൻഡാക്കി മാറ്റിയത്. ഗുജറാത്ത് സർക്കാരിന്റെ മൈനിംഗ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ജീവനക്കാരനായിരുന്ന ഡോക്ടർ കർസൻ ഭായ് പട്ടേലാണ് അപകടത്തിൽ മരിച്ച തന്റെ മകളുടെ ഓർമ്മയ്ക്കായി നിർമ്മ എന്ന സോപ്പ് പൊടി ആരംഭിക്കുന്നത്. മരിച്ചുപോയ മകൾ നിരുപമയുടെ പേരിൽ നിന്നാണ് നിർമ്മ എന്ന പേരും പട്ടേൽ കണ്ടെത്തിയത്. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ സർഫ് എന്ന സോപ്പ് പൊടിയായിരുന്നു. എന്നാൽ അക്കാലത്ത് തന്നെ 13 രൂപയായിരുന്നു അതിന്റെ വില. അതുകൊണ്ട് തന്നെ സർഫ് ഒരിക്കലും സാധാരണക്കാരന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്നില്ല. ഈ അവസരം കൂടി മുന്നിൽ കണ്ടാണ് 1969 കർസൻ ഭായ് പട്ടേൽ നിർമ്മയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ആദ്യം അഹമ്മദാബാദിലെ വീടിന്റെ പിന്നിലുള്ള ചെറിയൊരു മുറിയായിരുന്നു നിർമ്മയുടെ നിർമ്മാണ യൂണിറ്റ്. വീടുകൾ കയറി വിൽപ്പനയും നടത്തി. ഓഫീസിൽ പോകുന്നതിന് മുൻപും പോയി വന്നതിന് ശേഷവും വീടുകൾ തോറും നിർമ്മയുമായി കയറിയിറങ്ങും, വിൽക്കും. 3 വർഷത്തോളം നിർമ്മയുടെ കച്ചവടം ഇങ്ങനെയായിരുന്നു. വിലയിൽ മാത്രമല്ല, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും സാധാരണക്കാരനെ ആകർഷിക്കുന്നതായിരുന്നു. സർഫിന്റെ വില 13 രൂപയായിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അന്ന് നിർമ്മ സോപ്പ് പൊടി വിറ്റിരുന്നത് 3.5 രൂപയ്ക്കായിരുന്നു. വില കുറവായിരിക്കുമ്പോഴും ഗുണമേന്മയിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ കർസൻ ഭായ് പട്ടേൽ തയ്യാറായിരുന്നില്ല. ഒപ്പം ഉപഭോക്താക്കൾക്ക് മറ്റൊരു വാഗ്ദാനം കൂടി നിർമ്മ നൽകി. നിർമ്മ ഉപയോഗിച്ച് കഴുകുന്ന വസ്ത്രങ്ങൾ വൃത്തിയായില്ലെങ്കിൽ പണം തിരികെ നൽകും എന്നായിരുന്നു ആ വാഗ്ദാനം. എല്ലാം കൂടി ആയപ്പോഴേക്കും സംഗതി ക്ലിക്കായി. ചുരുങ്ങിയ കാലം കൊണ്ട് സാധാരണക്കാർക്കിടയിൽ നിർമ്മ സോപ്പ് പൊടി സൂപ്പർ ഹിറ്റായി. അതോടെ 1972 കർസൻ ഭായ് പട്ടേൽ തന്റെ സർക്കാർ ജോലി രാജിവെച്ചു. അഹമ്മദാബാദിൽ തന്നെ ഒരു ചെറിയ കട ആരംഭിച്ച് പൂർണ്ണമായും ബിസിനസ്സിലേക്ക് ഇറങ്ങി. കൂടുതൽ ജീവനക്കാരെ നിയമിച്ചു, ഉൽപാദനം വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തിന് പുറത്തേക്ക് ആദ്യം കച്ചവടം വ്യാപിപ്പിച്ചെങ്കിലും അത് ലാഭകരമായിരുന്നില്ല. പക്ഷേ ടിവിയുടെ വരവോടുകൂടി നിർമ്മയുടെ നല്ല കാലവും ആരംഭിച്ചു. പരസ്യത്തിനായി നിർമ്മ പണമെറിഞ്ഞു. ബോളിവുഡ് നടിമാരായ ഹേമമാലിനി, റീന റോയ്, ശ്രീദേവി, സൊനാലി ബിന്ദ്രെ എന്നിവരടക്കമുള്ള താരങ്ങളെ അണിനിരത്തിയുള്ള പരസ്യങ്ങൾ രാജ്യത്താകമാനം നിർമ്മയെ കൂടുതൽ ജനപ്രിയമാക്കി. ഇന്ത്യയിലെ ഡിറ്റർജന്റ് വിപണിയുടെ ഏകദേശം 60% അന്ന് നിർമ്മയുടെ കൈപ്പിടിയിലായിരുന്നു. എന്നാൽ 90കളിലെ ആഗോളവൽക്കരണമാണ് നിർമ്മയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. ആഗോള ഭീമന്മാരായ പ്രോക്ടർ ആൻഡ് ഗാംബിൾ, യൂണിലിവർ അടക്കമുള്ളവർ കൂടുതൽ അഗ്രസീവായ പുത്തൻ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമായി ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയതോടെ നിർമ്മയുടെ പതനവും ആരംഭിക്കുകയായിരുന്നു. ടൈഡ്, സർഫെക്സൽ തുടങ്ങിയ ബ്രാൻഡുകൾ കൂടുതൽ കാര്യക്ഷമമായ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ അവർക്ക് മുന്നിൽ നിർമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. മറ്റ് കമ്പനികൾ പരസ്യരംഗത്ത് പുതിയ തന്ത്രങ്ങളുമായി എത്തിയപ്പോഴും നിർമ്മ പഴയ ഫോർമുല മാറ്റാൻ തയ്യാറായിരുന്നില്ല. മാറിക്കൊണ്ടിരുന്ന ഉപഭോക്തൃ സംസ്കാരത്തെ സംബോധന ചെയ്യാനും നിർമ്മയ്ക്ക് കഴിയാതെ പോയി. നിർമ്മയിൽ 65% വാഷിംഗ് സോഡയായിരുന്നു. ഇത് ഗുജറാത്തിലെ ലോക്കൽ മാർക്കറ്റുകളിൽ യഥേഷ്ടം ലഭ്യവുമായിരുന്നു. എന്നാൽ കൂടുതൽ വെണ്മ കിട്ടുന്നതിന് വൈറ്റനിങ് ഏജന്റോ സുഗന്ധത്തിന് മറ്റ് ദ്രവ്യങ്ങളോ അവർ ഉപയോഗിച്ചിരുന്നില്ല. പുതിയ ബ്രാൻഡുകൾ നൂതനമായ കറനീക്കൽ ഫോർമുലകളുമായി ഉയർന്ന നിലവാരത്തോടെയുള്ള ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയപ്പോൾ പരമ്പരാഗത രീതി പിന്തുടർന്നതും നിർമ്മയുടെ പോരായ്മയായി. കാലത്തിനൊത്ത മാറ്റങ്ങൾ വരുത്താൻ നിർമ്മ തീരുമാനിച്ചപ്പോഴേക്കും എതിരാളികൾ ബഹുദൂരം പോയി കഴിഞ്ഞിരുന്നു. സ്ത്രീകൾ ആത്മവിശ്വാസത്തോടെ തുണി അലക്കുന്നതായിരുന്നു നിർമ്മയുടെ പരസ്യങ്ങളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. ആ പതിവ് മാറ്റാനുള്ള നിർമ്മയുടെ ധീരമായ തീരുമാനവും അന്ന് കമ്പനിക്ക് തിരിച്ചടിയായിരുന്നു. തുണി കഴുകുന്ന പുരുഷന്മാരെ പരസ്യങ്ങളിൽ അവതരിപ്പിക്കാൻ ഈ മത്സരം കടുക്കുന്നതിനിടെ നിർമ്മ തീരുമാനമെടുത്തിരുന്നു. സ്ട്രാറ്റജി മാറ്റുന്നതിന്റെ ഭാഗമായി നടൻ ഋത്തിക് റോഷനെ ബ്രാൻഡ് അംബാസഡറായി കമ്പനി നിയമിക്കുകയും ചെയ്തു. എന്നാൽ നിർമ്മയുടെ വിശ്വസ്ത ഉപഭോക്തൃ അടിത്തറയായിരുന്ന വീട്ടമ്മമാരുമായി കണക്ട് ചെയ്യാൻ ഈ പരസ്യത്തിന് സാധിക്കാതെ പോയി. അങ്ങനെയാണ് നിർമ്മയുടെ പതനം പൂർത്തിയാകുന്നത്. ആഗോള ഭീമന്മാർക്ക് മുന്നിൽ തകർന്നുപോയെങ്കിലും നിർമ്മ എന്ന ബ്രാൻഡിന്റെയും പരസ്യങ്ങളിലൂടെ അവരുണ്ടാക്കിയ ഓളത്തിന്റെയും തട്ട് എല്ലാ കാലത്തും താണു തന്നെയിരിക്കും.